പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നിരവധി വാർത്തകളുണ്ട് നമുക്ക് മുന്നിൽ. നല്ലൊരു സായനം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. നീതി തേടിയുള്ള അലച്ചിൽ അത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. നീതി ലഭിക്കാത്ത സാഹചര്യം ഏറ്റവും കുറ്റകരവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്നലെ അന്തരിച്ച വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉയരുകയാണ്. അതുൾപ്പെടെ നിരവധി വാർത്തകളുണ്ട്. നമുക്കെല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ചു വേണു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ആ വേണുവിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഓട്ടോ തൊഴിലാളിയായ വേണുവിനെ വെള്ളിയാഴ്ചയാണ് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ബുധനാഴ്ച അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നു. അതുവരെ യാതൊരു വിധത്തിലുമുള്ള ചികിത്സ ലഭിച്ചിട്ടില്ല എന്നതാണ് കുടുംബം പറയുന്നത്. നല്ലൊരു പെരുമാറ്റം പോലും അവിടുത്തെ ഡോക്ടർമാരിൽ നിന്നോ അവിടെ പരിചരിക്കാനുണ്ടായിരുന്ന നഴ്സുമാരിൽ നിന്നോ ഒന്നും ലഭിച്ചില്ല എന്ന വലിയ ആക്ഷേപം ഉയരുന്നു. തറയിലാണ് കിടക്കേണ്ടി വന്നത്. തലവേദനയ്ക്കുള്ള മരുന്ന് ചോദിച്ചിട്ട് പോലും ലഭിച്ചില്ല. പട്ടികളോട് പോലും ഉള്ള നായ്ക്കളോടുള്ള സമീപനമാണ് എന്ന വേണുവിന്റെ തന്നെ ശബ്ദ സന്ദേശം പുറത്തു വന്നതാണ്. ഈ വിഷയം വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ആരോഗ്യ വകുപ്പിനെതിരെ കനത്ത പ്രതിഷേധവും ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കുടുംബം ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഈ കാര്യങ്ങളിൽ വിശദീകരണം നൽകിയതാണ്. യാതൊരു വീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്നലെ വന്ന വിശദീകരണം. ഇന്ന് കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ ഇത് വിശദീകരിക്കുന്നുണ്ട്. കാർഡിയോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ മാത്യു ഐപ്പ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കാർഡിയോളജി വിഭാഗം മേധാവി കൂടി സ്ഥിരീകരിക്കുന്നത്. എല്ലാ രോഗികളും ഒരുപോലെയാണെന്നും സാധ്യമായ എല്ലാ ചികിത്സയും വേണുവിന് നൽകി എന്നുമാണ് മാത്യു ഐപ്പ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. വേണുവിന് ചികിത്സ നൽകിയതിൽ ഒരു വീഴ്ചയുമില്ല. വേദന തുടങ്ങി 24 മണിക്കൂറിന് ശേഷമാണ് വേണുവിനെ എത്തിച്ചത്. ഹൃദയാഘാതമെന്ന് സ്ഥിരീകരിച്ചു. സമയം വൈകിയതുകൊണ്ട് പ്രാഥമിക ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ നൽകാൻ സാധിച്ചില്ല. മറ്റു മരുന്നുകൾ നൽകി. 5-ന് വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി. ഏറ്റവും മികച്ച ചികിത്സ നൽകി. ഇങ്ങനെ മനുഷ്യരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഹാർട്ട് അറ്റാക്ക് മൂലം സംഭവിക്കുന്നുണ്ട്. അതിലൊരു സംഭവമാണ് ഇത് എന്ന രീതിയിലാണ് കാർഡിയോളജി വിഭാഗത്തിന്റെ മേധാവി ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പ്രിൻ, ക്ലോപ്പിഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്രോൾ, എനലാപ്രിൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി. പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു. പേഷ്യന്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യന്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്ത് ആണ്. മനുഷ്യരെല്ലാവരും മരണത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. എന്ത് ചികിത്സ കൊടുത്താലും ഒരു 10 തൊട്ട് 20% ആൾക്കാർ മരിക്കും. നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും. നമ്മൾ ചികിത്സയിൽ അൺഫോർച്ചുനേറ്റ്ലി യങ് ഏജ് ആയിരുന്നു. റിലേറ്റീവ്ലി ലേറ്റ് 40s ആളാണ് മരിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു എന്നതാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ ആ ഡോക്ടറിനോട് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അവിടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായോ? ചികിത്സാ പിഴവിനപ്പുറം മോശം പെരുമാറ്റമുണ്ടായോ? ഈ വേണു 5 ദിവസം ആ ആശുപത്രിയിൽ നിലത്താണ് കിടന്നിരുന്നത് എന്ന് പറയുന്നു. അത് ശരിയാണോ? പലതിനോടും ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. നിലത്ത് കിടന്നിട്ടുണ്ടാകാം എന്നത് ഡോക്ടർ സ്ഥിരീകരിക്കുന്നു. ഒരു പുതിയ രോഗി വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു രോഗി വരുമ്പോൾ ഒരു രോഗിയെ താഴെ ഇറക്കി കിടത്തിയിട്ട് ആ ബെഡ് നൽകാൻ പറ്റില്ലല്ലോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് സ്ഥിരീകരിക്കുകയാണ് അവിടെ ആ ഡോക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുരുതരാവസ്ഥയിൽ
കൊല്ലം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് വന്ന വ്യക്തി 5 ദിവസം നിലത്ത് തുണി വിരിച്ചാണ് കിടന്നിരുന്നത് എന്ന് ബന്ധുക്കൾ പറയുന്നു. തലവേദനിച്ച് സഹിക്കവയ്യാതെ ഡോക്ടറെ അടുത്ത് ചെന്ന് മരുന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കുന്ന ഡോക്ടർ അല്ല എന്നൊരു ഡോക്ടർ മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. കുടുംബം ഇപ്പോഴും ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. വലിയ വീഴ്ച സംഭവിച്ചു, ആ ഡോക്ടർമാരെ മാറ്റി നിർത്തി വേണം അവിടെ അന്വേഷണം നടക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്നതാണ് വേണുവിന്റെ ഭാര്യ പറയുന്നത്. ഈ കാര്യങ്ങൾ അറിയാതെയാണ് ഡോക്ടർമാർ ഇതിനെ ന്യായീകരിക്കാൻ വരുന്നതെന്നും ആ കുടുംബം ആരോപിക്കുന്നു. 2 പെൺമക്കളാണ് വേണുവിന്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അവർക്ക് നഷ്ടമായത്. ആ സങ്കടത്തിൽ നിൽക്കുന്ന കുടുംബത്തിന് തങ്ങൾ അനുഭവിച്ചത് എന്താണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരവസ്ഥ കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ വേണുവിന്റെ ഭാര്യ സിന്ധുവിന് പറയാനുള്ളത് കേൾക്കാം. സിവിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അങ്ങനെ കൊണ്ട് കയറി ഞാൻ കൊണ്ട് കിടത്തി മാസ്ക് അങ്ങോട്ട് ഓക്സിജൻ മാസ്ക് വെച്ചപ്പോൾ വേണം പിടിച്ചങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞു വേണം വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കത്തില്ല. അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് ശ്വാസം ഇതങ്ങ് മാറുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ഒരു 10 മിനിറ്റ് അല്ല ഉടനെ എന്നെ വിളിച്ച് വേണോണ്ട് ബൈസ്റ്റാൻഡർ ആരാന്നും പറഞ്ഞ് വിളിക്കുന്നു. ഞാനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പം ചോദിച്ചു അത് വേറെ ആരുമില്ല. ഞാൻ പറയില്ല ഞാൻ മാത്രമേ ഉള്ളൂ. അന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു മെയിൽ ബൈസ്റ്റാൻഡർ വേണം, മരുന്നൊക്കെ വാങ്ങി. ഞാൻ പറഞ്ഞു ആ ഓക്കെ വാങ്ങിക്കാം എന്ന് പറയാനും അങ്ങനെ ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വേണുവിൻ്റെ ഇച്ചിരി ഗുരുതര നിലയിലാണ്. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അത് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി, അത് ആരെങ്കിലും മെയിൽ കൂടെ നിൽക്കാൻ ആരെങ്കിലും ആണുങ്ങളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ വേണുടെ കൂടെ പഠിക്കുന്നവരെയും വിളിച്ച് സഹോദരങ്ങളെയും വിളിച്ച് എല്ലാവരെയും വിളിച്ച് അവരെത്തുന്നതിന് മുമ്പ് തന്നെ എന്നിട്ടും ഞാൻ അവരോട് പറഞ്ഞു എന്നെ ഒന്ന് കയറ്റി കാണിക്കാൻ പറഞ്ഞാൽ അവർ കാണിക്കത്തില്ല. ഇതാണ് ഈ കുടുംബത്തിന് പറയാനുള്ളത്. അവരാണ് അനുഭവിച്ചത്, അവരാണ് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചികിത്സ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവർക്ക് അറിയില്ലായിരിക്കും. ഏത് മരുന്ന് എപ്പോൾ കൊടുക്കണം എന്നത് വിദഗ്ധരായ ഡോക്ടർമാർക്ക് മാത്രമായിരിക്കും തീരുമാനിക്കാൻ കഴിയുക. പക്ഷേ അവിടെ എന്തായിരുന്നു തങ്ങൾ അനുഭവിച്ചത് എന്നത് അവരെക്കാൾ വ്യക്തമായി മറ്റാർക്കും പറയാൻ കഴിയുകയില്ലല്ലോ. അതാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെയും കനത്ത ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. ഇന്നും ഈ സിസ്റ്റം തകരാറിന്റെ ഏറ്റവും വലിയ അവസാനത്തെ ഇരയാണ് വേണു എന്ന് പറയുന്നു. ആരോഗ്യമന്ത്രി സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയാണ്. ഈ സിസ്റ്റം തകരാറിലാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷം. അവർക്ക് അവർ ചെയ്ത തെറ്റിനെ ഡിഫെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അവർ തെറ്റാണ് ചെയ്തതെന്ന് വളരെ കൃത്യമല്ലേ. തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ പ്രദേശത്തേക്ക് അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് ആശുപത്രി പോയി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആശുപത്രി ചെയ്യുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ആളുകൾ പണമില്ലാത്തതുകൊണ്ടല്ലേ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. നല്ല ചികിത്സ കിട്ടും, നല്ല ഡോക്ടർമാർ ഉണ്ടെന്ന് കരുതി ആൾ നിലത്ത് കിടക്കുവാണ്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആള് ഇനി കിടക്ക ഒഴിവില്ല. ഓക്കെ, ചികിത്സിക്കണ്ടേ, അന്വേഷിക്കണ്ടേ ഇയാളുടെ സ്ഥിതി എന്താണ്? ഒരു ചികിത്സയും ചെയ്യില്ലേ? നമ്മുടെ ഒന്നും അറിവ് അതല്ലല്ലോ. ഹാർട്ട് അറ്റാക്ക് വന്ന് 24 മണിക്കൂർ കഴിഞ്ഞ ഒരാളെ ഒരു ചികിത്സയും ചെയ്യില്ലേ? പരിശോധിക്കില്ലേ? അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്തില്ല എന്ന് പറയുന്നു, മറ്റെന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടിയില്ല, മറ്റെന്താണ് ചികിത്സ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അതുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം വയറ്റിൽ കത്രികയുമായി 7 കൊല്ലം ജീവിച്ച ഹർഷിനെ നമുക്കറിയാം. അവർ നീതി തേടിയും ഇപ്പോഴും അലയുകയാണ്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ വന്ന് സമരം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം നിൽക്കും എന്ന ചില ഉറപ്പുകൾ മാധ്യമങ്ങളിൽ ഇത് വാർത്തയാകുമ്പോൾ കൊടുക്കുമ്പോഴും പിന്നീട് അത് പാലിക്കപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ട്. അവരെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഉള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ഒടുവിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നത് നമ്മൾ കണ്ടതാണ്. ഡോക്ടർ ഹാരിസിന്റെ കാര്യമാണ്, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു സ്ത്രീ മരിച്ചു. ആ ഉപയോഗശൂന്യമായ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു, അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ ആശുപത്രിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇതൊന്നും അധികൃതർ കണ്ടില്ല. അതുപോലെ തന്നെയാണ് ഗൈഡ് വയർ കുടുങ്ങിയ ഒരു യുവതിയുടെ അവസ്ഥ. അവരുടെ ഓപ്പറേഷൻ നടത്തി അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടാകുന്നുണ്ട്, അത് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ അവരെ ശത്രുപക്ഷത്ത് നിർത്താനും അവർക്കെതിരെ തെളിവുണ്ടാക്കാനും റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനും മെനക്കെടുന്നതിന് പകരം
മനുഷ്യർ നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. അതിൽ തെറ്റുണ്ടാകാം, ഉണ്ടായിക്കൂടാതെ ഇല്ല. പൂർണ്ണമായും തെറ്റില്ലാതെ ഒരു സംവിധാനവും മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടുകയോ നടത്തപ്പെടുകയോ ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ല. അവിടെ തെറ്റുകൾ ഉണ്ടായാൽ ആ തെറ്റുകളിൽ ഉടനടി ഇടപെടലും തിരുത്തലും ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയുമാണ് ഉണ്ടാകേണ്ടത്. അതവിടെ ഉണ്ടാകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ന്യായീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ രോഗിക്ക് 5 ദിവസം തറയിൽ കിടക്കേണ്ടി വന്നത്? നമ്മുടെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ അതാണോ? അങ്ങനെയുള്ള അസൗകര്യങ്ങളിൽ തന്നെയാണോ നമ്പർ 1 കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് സമ്മതിക്കുകയും അത് അഡ്രസ്സ് ചെയ്യാനുള്ള നടപടികളുമാണ് ഉണ്ടാകേണ്ടത്. ആ ഡോക്ടർമാർ ആ രോഗിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? അത് അന്വേഷിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇനി ഒരു രോഗിയോട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ആ ചോദ്യങ്ങളോടൊന്നും മറുപടിയില്ല. സാങ്കേതികമായി ഡോക്ടർമാർക്ക് മാത്രം മനസ്സിലാകാവുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തികളാകുമ്പോൾ അവർക്ക് ലഭിച്ച ചികിത്സ മതിയോ അതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മൾ ഉണ്ടാകും. അവരെ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന് അത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിനപ്പുറം അത് മാറ്റി നിർത്തിയിട്ടുള്ള കാര്യങ്ങൾ പോലും അഡ്രസ്സ് ചെയ്യാനോ അതിൽ പരിശോധനകൾക്കുള്ള ക്ഷമയോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നാളെ കിട്ടും എന്നതാണ് മനസ്സിലാകുന്നത്. ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. നീതി തേടി ഇനിയും ഹർഷിനെ പോലെയും മറ്റും ആശുപത്രി വരാന്തകൾ നിറങ്ങേണ്ടി വരരുത് ഈ കുടുംബത്തിന് എന്നതാണ് പറയാനുള്ളത്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. 2 മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നോട്ട് പോക്ക് ഉൾപ്പെടെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ അവർക്ക് നീതി ഉണ്ടാകണം. അവരോട് മോശം പെരുമാറ്റമുണ്ടായ സാഹചര്യമുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. ഇനിയൊരു രോഗിക്ക് ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. അതിന് നമ്മുടെ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കട്ടെ, ആരോഗ്യമന്ത്രി ഉണർന്നു പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് അദ്ദേഹം CNN ന്യൂസ് 8 നൽകിയ പാകിസ്ഥാന്റെ കാര്യം പറയുമ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു സമവായത്തിലെത്താനുള്ള പല വിധത്തിലുള്ള ചർച്ചകൾ 2 ഘട്ട ചർച്ചകൾ നടന്നു. അതൊരു തരത്തിലും സമവായത്തിലേക്ക് എത്തിയില്ല. പക്ഷേ ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് മേഖലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ താൽക്കാലിക വെടിനിർത്തലും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയെന്ന ആരോപണം അഫ്ഗാനിസ്ഥാൻ ഉന്നയിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച തുർക്കിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് വലിയ പ്രകോപനം എന്നതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. സമാധാന ചർച്ചയുടെ 3ാം ഘട്ടം നടക്കുന്ന സമയത്ത് തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതാണ് അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നത്. പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണം വലിയ പ്രകോപനമാണ് എന്നത് അഫ്ഗാനിസ്ഥാൻ പറയുന്നു. അഫ്ഗാൻ സൈനിക വൃത്തങ്ങളും ദൃക്സാക്ഷികളും ഇത് സ്ഥിരീകരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയാണ്. ചെറുതും വലുതുമായ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം എന്ന് പറയുന്നു. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു എന്ന് അഫ്ഗാൻ സൈനിക വൃത്തങ്ങൾ പറയുന്നു. ഏതാണ്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ഈ ഷെല്ലാക്രമണം നീണ്ടുനിന്നു എന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാന ചർച്ചയുടെ സാധ്യത തന്നെ പാകിസ്ഥാൻ ഇല്ലാതാക്കി എന്നതാണ് അഫ്ഗാനിസ്ഥാൻ ഉയർത്തുന്ന ആരോപണം. ഒരു സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെടിനിർത്തൽ ലംഘനം എന്നത് വലിയ പ്രകോപനമാണ് എന്നത് അഫ്ഗാനിസ്ഥാൻ പറയുന്നു. പക്ഷേ തങ്ങൾ ആ ചർച്ചയെ മാനിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലും തിരിച്ചടിച്ചിട്ടില്ല എന്നതാണ് അഫ്ഗാനിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. നേരത്തെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപക്ഷത്തിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. വലിയ അവകാശവാദങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ ഏകപക്ഷീയമായി ആക്രമണം നടത്തി എന്നതാണ്. പക്ഷേ ഇക്കാര്യവും പാകിസ്ഥാൻ തള്ളിക്കളയുകയാണ്. ഇങ്ങോട്ട് വന്ന ആക്രമണത്തെ ചെറുക്കുക മാത്രമാണ് ചെയ്തത്. അത് ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള തിരിച്ചടി മാത്രമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പാകിസ്ഥാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇസ്താംബൂളിൽ നടക്കുന്ന ചർച്ചകളോടുള്ള ബഹുമാനാർത്ഥം തിരിച്ചടിച്ചിട്ടില്ല എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുമ്പോഴാണ് പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിൽ നിന്നുണ്ടായ പ്രകോപനത്തിന് മറുപടി നൽകുക മാത്രമാണ് പാകിസ്ഥാൻ ചെയ്തതെന്നാണ്. അഫ്ഗാൻ ഭാഗത്തു നിന്നാണ് വെടിവയ്പ് ആരംഭിച്ചത്. അതിനോട് സുരക്ഷാ സേന ഉടനടി ഉത്തരവാദിത്തത്തോടെയും തുല്യ അളവിലും പ്രതികരിച്ചു എന്നതാണ് പാകിസ്ഥാന്റെ വാദം.
പാകിസ്ഥാനിലെ തീപിടുത്തത്തിന്റെ കാരണം ഞങ്ങൾക്കറിയില്ല എന്ന് താലിബാൻ അധികൃതരുടെ ഡെപ്യൂട്ടി വക്താവ് ഹംദുള്ള ഹിസ്രത്ത് പറഞ്ഞു. പാകിസ്ഥാൻ ചില ഇതുമായി ബന്ധപ്പെട്ട് അവിടെ തീപിടുത്തവും ഈ ആക്രമണത്തിൽ തീപിടുത്തം ഉണ്ടായതിന്റെയൊക്കെ തെളിവുകൾ നൽകുമ്പോഴാണ് അത്തരം ഒരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും 2021 അഫ്ഗാനിൽ താലിബാൻ അധികാരമേറ്റത് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ളത്. അത് അതിരൂക്ഷമായിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്ത്യയിലേക്ക് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായത് മുതൽ അത് ഏറ്റവും രൂക്ഷമായി തുടങ്ങി. എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ ഇന്ത്യയാണ് എന്നതാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി ഇപ്പോൾ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ആ സമാധാന ചർച്ചകളൊക്കെ അകന്നു പോകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്താംബൂളിൽ നടന്ന ആ സമാധാന ചർച്ച നിർത്തിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് വന്നത്. ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ അതൊരു പ്രകോപനമായി കാണും എന്നതാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഭീഷണി മുഴക്കിയത്. അത് അഫ്ഗാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു പരിശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതൊരു ഭീഷണി സന്ദേശം പോലെയാണ് അദ്ദേഹം നൽകിയിരുന്നത്. അപ്പോൾ ഒരു സമാധാന കരാറിലേക്ക് ഉടൻ കാര്യങ്ങൾ എത്തണം എന്നത് പാകിസ്ഥാന്റെ ആവശ്യമാണ് എന്ന് തോന്നിപ്പിച്ചിരുന്നു. പക്ഷേ ആ സമാധാന ചർച്ച നടക്കുമ്പോൾ തന്നെ അതിനെ അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതാണ് അഫ്ഗാൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ ചർച്ച മുടങ്ങിയിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ നിലവിലുള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രകോപനമാണ് ഈ ചർച്ച ഇപ്പോൾ നിർത്തിവെക്കാനുള്ള കാരണം. എന്തായാലും ആ മേഖലയിൽ അശാന്തമായി തുടരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. അതിനോടൊപ്പം തന്നെ അതിർത്തിയിൽ അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടായാലും അഫ്ഗാനോടുമായി ബന്ധപ്പെട്ടായാലുമുള്ള അതിർത്തികൾ കലുഷിതമാണ്. അങ്ങനെ എല്ലാ വിധത്തിലും പാകിസ്ഥാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല ഈ അഫ്ഗാനും ഇന്ത്യയും പ്രഖ്യാപിച്ചിട്ടുള്ള ജലയുദ്ധം അവിടെ കർഷകരെ ഉൾപ്പെടെ വളരെ പ്രശ്നത്തിൽ ആക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധി ഒക്കെ നിൽക്കുമ്പോൾ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ പാകിസ്ഥാൻ തന്നെ അട്ടിമറിച്ചോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും സമാധാന ചർച്ചകൾ മുടങ്ങിയിരിക്കുകയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുമോ? ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴിവാക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ആസിയാൻ ഉച്ചകോടിക്കിടെ ഇരു രാഷ്ട്ര തലവന്മാരും കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മോദി വെർച്വലായാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഗാസ സമാധാന ഉച്ചകോടി ഒപ്പിടുന്ന സമയത്ത് ട്രംപ് മോദിയെ ക്ഷണിച്ചിരുന്നു. മോദി പക്ഷേ പോയില്ല. UN-ലും പോകാനുള്ള സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കാണാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു എന്ന വാർത്തയും അതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും പ്രതിപക്ഷം അത് ട്രംപിനെ പേടിച്ചുകൊണ്ടാണ് എന്നുള്ള രാഷ്ട്രീയ ആയുധമായി അത് ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുന്നത് താൻ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് പോകുമെന്ന്. അത് മാത്രവുമല്ല, മോദി മഹാനായ ഒരു മനുഷ്യനാണെന്നും വളരെ മാന്യനാണെന്നും ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം എന്നെ ക്ഷണിക്കുന്നുണ്ട് എന്നും ഞാൻ അവിടെ പോകുമെന്നുമാണ് ട്രംപ് പറയുന്നത്. സമാനമായ നിലയിൽ ഒരു മാസത്തിന് മുൻപ് ട്രംപ് ഇതുപോലെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി താൻ ഇന്ത്യയിലേക്ക് പോകുന്നു, വളരെ മാന്യനും മഹാനുമാണ് നരേന്ദ്രമോദി എന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അതിന് സമാനമാണ് ഇന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ. ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ത്യയുമായുള്ള വാണിജ്യ കരാറിന്റെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ഈ മറുപടി. ഒപ്പം തന്നെ ഞാൻ ഉടനെ പോകുമെന്നും ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണെന്നും ട്രംപ് പറയുകയാണ്. നരേന്ദ്രമോദിയെ മഹാനായ മനുഷ്യനെന്നും സുഹൃത്തെന്നും വിശേഷിപ്പിക്കുന്നു. മോദിയുമായുള്ള ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങുന്നത് നരേന്ദ്രമോദി വലിയ അളവിൽ കുറച്ചിട്ടുണ്ട് എന്നൊരു അവകാശവാദം കൂടി ട്രംപ് ഇതിനുള്ളിൽ പറയുന്നുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഞാൻ അവിടേക്ക് ചെല്ലണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ അക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാക്കും എന്നതാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. Largely stopped buying oil from Russia. When do you plan? And he's a friend of mine, and we speak, and he wants me to go there. We'll figure that out. I'll go. I had a great trip there with Prime Minister Modi. He's a great man, and I'll be going.
Novo Nordisk is in the middle. You're planning to go to India next year? No. You're planning to go to India next year, sir? It could be, yeah. ഇന്ത്യക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ന്യൂയോർക്ക് ടൈംസിൽ ഒരിക്കൽ ട്രംപ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയില്ല, ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വരാനുള്ള സാധ്യതയില്ല എന്നൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വരുന്നത്. അടുത്ത വർഷം എന്ന് ട്രംപ് പറയുന്നത് ക്വാഡ് ഉച്ചകോടി അടുത്ത വർഷം ആദ്യം 2026 ആദ്യം ജനുവരിയിൽ നടക്കുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായി വരും എന്ന സൂചനയാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത്. ഇന്ത്യയുമായി ഒരു കൂടിക്കാഴ്ച ട്രംപ് ആഗ്രഹിക്കുന്നു. ഒപ്പം എണ്ണവിലയുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞത് ഇന്ത്യ അനുസരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായി ഇന്ത്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആവർത്തിച്ച് എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടുണ്ടെന്നും അതിന് സമ്മതിച്ചിട്ടുണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ പറയുന്നത് അത് വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ എടുക്കുന്ന തീരുമാനമായിരിക്കും അത് എന്നത് ആവർത്തിച്ച് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളോടുള്ള പ്രതികരണങ്ങളൊന്നും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമോ നൽകിയിട്ടില്ല. അപ്പോൾ ഇതാണ് സാഹചര്യമെന്നിരിക്കെയാണ് ട്രംപ് ആവർത്തിച്ച് ഇന്ത്യയിലേക്ക് വരണമെന്നും മോദി മഹാനാണെന്നും പറയുന്നത്. ഈ വ്യാപാര കരാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചും ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ അതിനുള്ള സമ്മർദ്ദങ്ങൾ പല വിധത്തിൽ, അതിൽ ഇന്ത്യയുടെ ഭാഗത്ത് വിട്ടുവീഴ്ച ഉണ്ടാകാനുള്ള സമ്മർദ്ദങ്ങൾ ട്രംപ് പല വിധത്തിൽ ചെലുത്തുന്നുണ്ടായിരുന്നു. അതിൽ കുറെയൊക്കെ ഇന്ത്യ അനുകൂലമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. കാരണം ഇന്ത്യയെ സംബന്ധിച്ചും അമേരിക്കയുമായി വ്യാപാര കരാറിൽ എത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, താരിഫ് നിരക്കുകൾ ഇപ്പോൾ 50% താരിഫ് നിരക്കുകൾ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ചില സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രണ്ട് കാര്യങ്ങളിലും അനുകൂലമായി തീരുമാനമുണ്ടാകാനുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയും പയറ്റുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഒന്നാണ് നരേന്ദ്രമോദി ട്രംപുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിച്ചത്. അതൊരു തന്ത്രപരമായ നിലപാട് എന്ന നിലയിലാണ് അവർ കണക്കാക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപ് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കുന്നതും അതിനുള്ള അനുകൂല സമീപനം നടത്തുന്നതും ഇന്ത്യയുടെ ഒരു വിജയമായി വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും റഷ്യയിലെ 2 പ്രമുഖ കമ്പനികൾക്കാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇന്ത്യയോട് ഇത്രയും വിയോജിപ്പും കനത്ത താരിഫും ഏർപ്പെടുത്താനുള്ള കാരണം. അത് യുക്രൈനിൽ യുദ്ധം ചെയ്യുന്നതിനുള്ള സഹായമാണ് ഇന്ത്യ നൽകുന്നത് എന്ന് ആരോപിച്ചാണ് ചൈനയും ഇന്ത്യയും ആ നിലപാട് തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള തീരുവ ഏർപ്പെടുത്തിയത്. ഇതിൽ 2 പ്രധാന കമ്പനികൾക്ക് ഉപരോധം ഉൾപ്പെടെ അമേരിക്ക ഏർപ്പെടുത്തിയതോടുകൂടി റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സാഹചര്യം ആഗോള വിപണിയിലുണ്ട്. ബാരലിന് $2 മുതൽ $4 വരെയുള്ള ഇടിവ് ഡിസംബർ മാസത്തെ എണ്ണവരവിൽ അതിന്റെ വിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഉപരോധം വലിയ രീതിയിൽ റഷ്യയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് പല ഇന്ത്യൻ റിഫൈനറികളും എണ്ണ വാങ്ങാതായതോടുകൂടി ആ രീതിയിൽ എണ്ണയുടെ ഡിമാൻഡ് കുറയുകയും വില കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും പല റിഫൈനറികളും എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ സാഹചര്യം അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. താൻ പറഞ്ഞത് ഇന്ത്യ കേട്ടിരിക്കുന്നു, ആ ഘട്ടത്തിൽ ഞാൻ വരുന്നു, നമുക്ക് കരാറിനെ കുറിച്ച് സംസാരിക്കാം എന്നതാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. ഇന്ത്യയെ സംബന്ധിച്ച് വാണിജ്യ കരാർ എന്നത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, ഈ താരിഫ് നിരക്കുകളിൽ കുറവുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു കരാറിലേക്ക് എത്തുകയും താരിഫുകൾ കുറയ്ക്കുകയും എന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഏറ്റവും അനിവാര്യമാണെന്നിരിക്കെ ഇന്ത്യ എങ്ങനെ ട്രംപിന്റെ ഈ പ്രസ്താവനകളോട് പ്രതികരിക്കുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. വിദേശകാര്യ മന്ത്രാലയം ഈ ട്രംപിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നോ അതോ പല വിധത്തിൽ ഇന്ത്യ ചെലുത്തുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് അടിയറ വെക്കാതിരിക്കാനുള്ള ഇന്ത്യയുടെ നിലപാടുകളുടെ ഭാഗമായി ഇതിനോടും മൗനം തുടരുമോ? ഇതാണ് അറിയേണ്ടത്. നമുക്ക് കാത്തിരിക്കാം. അടുത്ത ഫോക്കസിലേക്ക്. വാർത്താ സമ്മേളനത്തിനിടെ അനാവശ്യ ചോദ്യം ചോദിച്ച യൂട്യൂബറോട് സ്വന്തം നിലയിൽ കനത്ത മറുപടി കൊടുത്ത ഗൗരിയാണ് ഇന്നത്തെ താരം. ആ ഗൗരി നൽകിയ മറുപടി അത് ബോഡി ഷെയ്മിംഗ് ആയിരുന്നു. ആ ചോദ്യം, യൂട്യൂബറിന്റെ ചോദ്യം, ഈ നായികയെ എടുത്തുയർത്തിയപ്പോൾ ബുദ്ധിമുട്ടിയോ എന്ന തരത്തിലാണ് നായകനോട് യൂട്യൂബർ ചോദ്യം ചോദിക്കുന്നത്. അതിലാണ് ഗൗരി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. അനാവശ്യ ചോദ്യമാണ് ചോദിച്ചതെന്നും ഇത്രയധികം ബുദ്ധിമുട്ടി ചെയ്ത ഒരു ചിത്രത്തിൽ
ആ ക്യാരക്ടറിനെ കുറിച്ചോ ആ ചിത്രവുമായി ബന്ധപ്പെട്ടോ ഒരു ചോദ്യവുമില്ലാതെ അനാവശ്യ ചോദ്യം ചോദിച്ച ബോഡി ഷെയ്മിംഗ് നടത്തിയ മാധ്യമപ്രവർത്തകനോടുള്ള വികാരമാണ് നടി പങ്കുവച്ചത്. ഇതിൽ ഗൗരിയെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അതേഴ്സ് എന്ന തമിഴ് സിനിമയിലെ അതേഴ്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടത്തിയ വാർത്താ സമ്മേളനമാണ്. അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഗൗരി ജി കിഷൻ, നായകൻ ആദിത്യ മാധവൻ എടുത്തുപൊക്കുന്ന ഒരു രംഗമുണ്ടിതിൽ. ആ രംഗം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ യൂട്യൂബറുടെ ഈ ചോദ്യം വരുന്നത്. ഈ രംഗം ചെയ്തപ്പോൾ ഗൗരിക്ക് നല്ല ഭാരം തോന്നിയിരുന്നു എന്നായിരുന്നു ഇയാൾക്ക് അറിയേണ്ടിയിരുന്നത്. എന്നാൽ ആ ചോദ്യത്തിന് സിനിമയുമായി യാതൊരു ബന്ധമില്ലെന്നും ബോഡി ഷെയ്മിംഗ് ചോദ്യമാണെന്നും നടി തിരിച്ചു പറഞ്ഞു. പ്രകോപിതനായ യൂട്യൂബർ താൻ നായകനോട് ചോദിച്ച ചോദ്യത്തിന് ഗൗരി എന്തിന് മറുപടി നൽകുന്നു എന്ന് ചോദിച്ച് കയർത്തു. തുടർന്ന് ഒരു വലിയ തർക്കത്തിലേക്ക് ഈ വാർത്താ സമ്മേളനം പോവുകയായിരുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങളൊന്ന് കാണാം. அவங்க இப்படி அவங்க தூக்குறீங்க, அவங்களுக்கு எவ்வளவு வெயிட், அதோட ஃபர்ஸ்ட் பாடி ஷேமிங். இது பாடி ஷேமிங் நீங்க கேட்டா அதான் பாடி ஷேமிங். நீங்க சொல்லுங்க வெயிட் கேட்ட வெயிட் என்ன சொல்லுங்க, அதுதான் பாடி ஷேமிங். நீங்க வெயிட் கேட்ட பாடி ஷேமிங் உங்களுக்கு நீங்க என்ன നോക്കൂ, ഏതാണ്ട് 10 മിനിറ്റോളം ഈ വാക്പോര് തുടരുകയാണ്. അവിടെ ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഗൗരിയുടേതാണ്. അതിനപ്പുറത്ത് നിന്ന് യൂട്യൂബറുടെ ശബ്ദം കേൾക്കാം, കുറേ പുരുഷ ശബ്ദങ്ങൾ കേൾക്കാം. അവിടെ ഒറ്റയ്ക്ക് നിന്ന് വാദിക്കുന്ന ഗൗരിയാണ് നമ്മൾ കാണുന്നത്. ആ ചിത്രത്തിന്റെ സംവിധായകൻ ഗൗരിക്കൊപ്പം അവിടെ ഇരിപ്പുണ്ട്. ആ ചിത്രത്തിന്റെ നായകൻ കോഡ്സിൽ വേണം, അയാൾ അവിടെ ഇരിപ്പുണ്ട്. ഒരാൾ പോലും ഒരക്ഷരം ആ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് നിന്നുള്ള പോരാട്ടമായിരുന്നു. ആ നടിയെ അപമാനിക്കുന്ന ഒരു ചോദ്യം യൂട്യൂബറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഇനിയിപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി നിന്നു എന്നിരിക്കട്ടെ, അവിടെ അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ നായകനെന്ന് പറയുന്ന ആ വ്യക്തിക്കോ, ആ ചിത്രത്തിന്റെ നായകനെന്ന ആ വ്യക്തിക്കോ, ആദിത്യൻ എന്ന വ്യക്തിക്കോ, ആ സംവിധായകനോ കഴിയാതെ പോയതാണ് ഏറ്റവും വലിയ അശ്ലീലമായ ചിത്രം നമ്മൾ അതിൽ കാണുന്നത്. അവർ മൗനിയായി തുടരുന്ന ഒരു സാഹചര്യം ഗൗരിക്കൊറ്റയ്ക്ക്, പക്ഷേ വളരെ സമർത്ഥമായി വളരെ കൃത്യമായി പറയേണ്ടത് ഗൗരി അവിടെ പറഞ്ഞു എന്നതാണ്. അവർ അതിനുള്ള അഭിനന്ദനം അർഹിക്കുന്നു. അത് ഒരുപാട് സ്ത്രീകൾക്ക് അഭിമാനവും പ്രചോദനവുമാണ്. ആ യൂട്യൂബർ അനാവശ്യ ചോദ്യമാണ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാധ്യമപ്രവർത്തകർ സ്വയം നിശ്ചയിക്കുന്ന ചില അതിർവരമ്പുകൾ എല്ലാത്തിലും ഉണ്ടാകേണ്ടതാണ്. ആ അതിർവരമ്പുകൾ ചില മാധ്യമങ്ങൾ മറികടക്കുമ്പോൾ അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് മുഴുവൻ മാധ്യമങ്ങൾക്കുമാണ്. അനാവശ്യ ചോദ്യം, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ചോദ്യം ഉണ്ടാകുമ്പോൾ അത് അറിയാവുന്നവർ പറയുമ്പോൾ പോലും തിരുത്തുന്നില്ല. ക്ഷമ പറയണം എന്നൊരാവശ്യം ആ നടിയോട് അങ്ങോട്ട് പറയുകയാണ്. അതിലും മോശമായ പ്രതികരണം, അല്ലെങ്കിൽ പ്രതികരിക്കാത്തത്, ആ സിനിമ പ്രവർത്തകരുടെ മൗനം എന്നത് അതിലും വലിയ കുറ്റകരമായി വരുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഗൗരിക്ക് ലഭിക്കുന്നത്. ഗായിക ചിന്മയിയും ഒപ്പം തന്നെ ഖുഷ്ബുവും ഒക്കെ നടിയെ പിന്തുണച്ച് രംഗത്ത് വന്നു. അതേസമയം തന്നെ ഈ നായകന്റെയും സംവിധായകന്റെയും ഒക്കെ മൗനവും ചോദ്യം ചെയ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ നായകനായ ആദിത്യ മാധവൻ വിഷയത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു. മൗനം പുലർത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നത്. എന്തായാലും ഈ
പ്രമുഖരായ വ്യക്തികളോട് ഏതറ്റം വരെ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം ഒരു മാന്യത പുലർത്തുന്നത് നല്ലതാണ്. നമ്മൾ ഇവിടെയും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതിര് കടന്ന അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുകയും അവരെ ബോഡി ഷെയ്മിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സ്വയം വിമർശനപരമായി തന്നെ തിരുത്തേണ്ടത് തിരുത്തി തന്നെ പോകണം. അതിൽ മാധ്യമങ്ങൾക്കും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇത് തമിഴ്നാട്ടിലെ മാത്രം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിലും നമ്മുടെ നാട്ടിലും ഇത്തരം പ്രവണതകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലയിടത്തും മാധ്യമപ്രവർത്തകരോടും ഒക്കെ സ്ത്രീവിരുദ്ധവും മറ്റും പെരുമാറ്റമുണ്ടാകുമ്പോൾ സഹപ്രവർത്തകർ മൗനികളായി പോകുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമാനമായ ഒരു അനുഭവമാണ് ഗൗരിയെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ളത്. അവരുടെ മൗനം തന്നെ ഞെട്ടിച്ചു എന്നത് ഗൗരി പിന്നീട് മറ്റ് അഭിമുഖങ്ങളിലൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും ഇതൊരു പാഠമാണ്. ഒറ്റയ്ക്കായാലും പറയാനുള്ളത് പറയാനുള്ള ധൈര്യവും മനസാന്നിധ്യവും ആ നടിക്കുണ്ടായിട്ടുണ്ട് എന്നത് ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം എന്നത് അതിനൊരു മാതൃകയാണ് ഗൗരി. ഇനി നമുക്ക് നേരം വൈകുന്നേരത്തിൽ സായന യാത്ര കാണാം. അപ്പോൾ നമുക്ക് നല്ലൊരു സായനത്തിൽ നല്ലൊരു യാത്ര പോകാം. നമ്മൾ യാത്ര പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തെ ആട്ടീരി എന്ന ഒരു സ്ഥലത്തേക്കാണ് CV അനുമോദ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ വൈകുന്നേരം നാട്ടിൻപുറത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഉൾക്കൊണ്ട് നമുക്കിങ്ങനെ ഇരിക്കാം വഴിയോരത്ത്. അവിടെ നിന്ന് നല്ല സ്നാക്സ് കിട്ടുന്ന കടകളുണ്ട്. അവിടെയൊക്കെ പോയി ചായയും കടിയുമൊക്കെ കഴിച്ച് അവിടുത്തെ മലപ്പുറത്തെ ആട്ടീരിയുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു വൈകുന്നേരം ചെലവഴിക്കാം. അങ്ങനെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മലപ്പുറത്തേക്ക് വണ്ടി വിട്ടോളൂ CV അനുമോദിനൊപ്പം. പാടത്തിൻ്റെ നടുക്ക് കാറ്റുകൊണ്ട് സായം സന്ധ്യ ആസ്വദിച്ച് ചായ കുടിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ മലപ്പുറത്തുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആട്ടീരിയാണ്. ഇത് കോട്ടയ്ക്കലിനും ഒതുക്കലിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ കാണാം ഒരു റോഡിൻ്റെ ഇരുവശത്തും മനോഹരമായ പച്ച വിരിച്ച് കിടക്കുന്ന പാടങ്ങൾ കാണാം. അതിലൂടെ പറന്നു പോണ പക്ഷികൾ, ദേശാടന പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ. ഇതിൻ്റെ തൊട്ടുപുറത്ത് കുറേ കൃഷിയിടങ്ങൾ കാണാം. ഇവിടെ കപ്പയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹരമായ നമ്മളിവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കും. സമയം പോകുന്നത് അറിയില്ല. നല്ല തണുത്ത കാറ്റ്, ഒപ്പം നല്ല ചൂടുള്ള ചായയും കടിയൊക്കെ വിൽക്കുന്ന കടകളും. അങ്ങനെ വൈകുന്നേരം ചിലവഴിക്കാൻ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ആട്ടീരി. നമുക്കപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചേരുന്നുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. സുബീർക്ക, എന്താണ് നല്ല മനോഹരമായ കാലാവസ്ഥയാണല്ലോ. എന്താണ് ഇവിടെ ഒരു ചെറിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. കോട്ടക്കലിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണിത്. ആര്യവേശാല ഉൾപ്പെടെയുള്ള ആയുർവേദ ചികിത്സക്കടക്കം വരുന്ന ധാരാളം വിദേശികളടക്കം വൈകുന്നേരങ്ങളിൽ സഹായം ചെലവഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ പ്രദേശത്തേക്ക് വരാറുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ ഏറ്റവും ഭംഗിയായി കണ്ടത് ഈ ആട്ടീരി തോടാണല്ലേ? തോടിനോട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു സംരക്ഷണ ഭിത്തി ഏർപ്പെടുത്തിയിട്ട് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നഗരസഞ്ചയിൽ ഉൾപ്പെടുത്തിയിട്ട് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ പുരോഗമിച്ചിരുന്നു. കോട്ടക്കൽ നഗരസഭയുടെയും അതുപോലെ തന്നെ ഒതുക്കൽ പഞ്ചായത്തിൻ്റെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് നടപ്പിലാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ഏകദേശം എത്തിയതായിരുന്നു. പക്ഷെ ആ പദ്ധതി ഇതുവരെയായിട്ട് എവിടെയും ആയിട്ടില്ല. പക്ഷെ അത് വരികയാണെങ്കിൽ അതെ ഒന്നും കൂടി ഒരു ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തിന് കുറേ കൂടി അത് അനുയോജ്യമായ പദ്ധതിയായിരുന്നു.
എന്താണ് നിങ്ങൾക്ക് ഇവിടെ വൈകുന്നേരങ്ങളിൽ സ്ഥിരം വന്നിരിക്കാറുണ്ടോ? വൈകുന്നേരം സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ എല്ലാ സുബേർക്ക് പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ചകളിൽ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 4 കോടികൾ ഇതിന് അനുവദിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ റോഡ് ഒന്ന് പുനരുദ്ധാരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതായി വന്നിട്ടുള്ളത്. ആളുകളിപ്പോൾ ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അല്ലേ? ചായ കുടിച്ച് അടിപൊളി സൂപ്പർ സ്ഥലമാണ്, നല്ല വൈബാണ്. നിങ്ങൾ ഇവിടുത്തേരാണോ സ്ഥിരം വരുന്നവരാണോ? സ്ഥിരം വരുന്നതാണ്. മക്കളെ കൊണ്ടുവരും. കൊണ്ടൊക്കെ വരും. എന്താണ് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട? നല്ല അടിപൊളിയല്ല, നല്ല ജനങ്ങളുണ്ടാവും, നല്ല ക്ലൈമറ്റാണ്, നല്ല വൈബാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരു ചായ ഒക്കെ കുടിച്ച് നല്ല സ്ട്രോങ് ചായ കുടിച്ച് ഒക്കെ ലൈവാണ്. ഈ ചായക്കടയിൽ കൂടെ ഒന്ന് പോയി നോക്കാം. എന്താണെങ്കിലും ഇവിടെ പലതരത്തിലുള്ള പലഹാരങ്ങൾ അങ്ങനെ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ചില്ലുകൂട്ടിലിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പലഹാരങ്ങളുള്ളത്? പലഹാരങ്ങൾ കുറേ ഐറ്റംസ് ഉണ്ട്. ബ്രെഡ് പോക്കറ്റ്, സാൻഡ്വിച്ച്, ചിക്കൻ പക്കോട, മോമോസ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാ ഉണ്ടാവുക? മോമോസ് നല്ല നോക്കുന്നുണ്ട്. പിന്നെ സമൂസ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുണ്ട്. സമൂസ, കട്ട്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ അന്തരീക്ഷം തന്നെ അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് അങ്ങനെ ആൾക്കാരിങ്ങനെ ഇറങ്ങി തുടങ്ങുന്നവർ വീണ്ടും ഓർഡർ ചെയ്തിരിക്കും. കുറച്ച് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ തിരക്കിന്റെ ഒരു സമയമായിരിക്കും. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? വൈകുന്നേരം നമ്മളൊരു 9 മണി വരെയൊക്കെ. ഒരു ഫാമിലി ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. എന്താണൊക്കെ സ്ഥിരം വരാറുണ്ടോ ഈ വഴിയൊക്കെ? സ്ഥിരം വരാറില്ല, ഞാൻ വേറെ വളവന്നൂർ പഞ്ചായത്ത് പെട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു. സ്ഥലത്തെ പറ്റി കേട്ടിരുന്നോ മുമ്പ്? മുന്നേ കേട്ടിരുന്നു. നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. കണ്ടിട്ട് ഉഷാറാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവർക്കും വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. നല്ലൊരു വൈബാണ്. എന്താണ് എങ്ങനെ ചായ ഒക്കെ കുടിക്കുമ്പോൾ നമ്മൾ പിന്നെ ഓർഡർ നമ്മളെ പാടൊക്കെ കണ്ടിട്ട് ഉഷാറായിട്ട് നല്ല വൈബാണ്. ചായ കുടിച്ചോണ്ടിരിക്കും. പക്കോട, ചിക്കൻ പക്കോടയാണ് സ്പെഷ്യലാണ്. സ്ഥിരം വരുന്നതാണോ ഇവിടെ? ഇല്ല, ഇവിടെ രണ്ടാമതായിട്ടാണ് വരുന്നത്. ഈ ഒരു ആട്ടീരിയുടെ ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ആ തോട്ടിന്റെ കരയിലെ കാഴ്ച കൂടി കാണാം. ഇതാണ് നമ്മളെ ആട്ടീരി തോട്. നമുക്കിവിടെ കാണാം ചെറിയ ഒരു ബണ്ടുണ്ട്, ചെറിയൊരു കെട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇവിടെ ഇത് വെള്ളം കുറവാണല്ലേ? വെള്ളം കുറവാണ്. കടൽ വേണ്ടി പോയേക്ക് പറപ്പൂർ പോയി കുളിക്കാറങ്ങാറുണ്ട്. കുളിക്കാറൊക്കെ ഇറങ്ങാറുണ്ട്. പിന്നെ ഇപ്പൊ വെള്ളം മഴ കുറവായതുകൊണ്ട് ഭയങ്കര ശക്തിയിലേക്കാരും വെള്ളം പോകുക അതിൽ ബോസായിട്ട്. അത്രമാത്രം സുന്ദരമായ ഒരു ഇടമാണ് ഈ ആട്ടീരിയിലെ ഈ ഒരു മേഖല. അപ്പോൾ ഇവിടേക്ക് എത്തുന്നവർ മലപ്പുറം കോട്ടക്കലിനും ഒതുക്കുങ്ങലിനിടയിലാണ്. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും ആട്ടീരി എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് എത്താൻ കഴിയും. വരിക, കാണുക, ആസ്വദിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തും എന്ന് മാത്രം ഉറപ്പിച്ചു പറയാം. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അപ്പോൾ ആട്ടീരിയുടെ ഭംഗി കാണണമെങ്കിൽ മലപ്പുറം യാത്രയിൽ ആ ഭാഗം കൂടി ഉൾപ്പെടുത്തി യാത്ര പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും വളരെ നല്ല കാഴ്ചകളായിരുന്നു. അപ്പോൾ ആ ചായക്കട വല്ലാണ്ട് ആകർഷിച്ചു. അവിടുത്തെ സ്നാക്സ് ഐറ്റംസും ഒപ്പം തന്നെ അവിടുത്തെ കാഴ്ചകളുമൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ മലപ്പുറത്ത് പോയാൽ എന്തായാലും ഞങ്ങൾ ആട്ടീരിയിലേക്ക് പോകും. ഇത് കണ്ട പ്രേക്ഷകരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇനി നമുക്ക് നാളെ കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.